നമസ്കാരം. നമുക്കൊപ്പം ഇന്ന് ചേരുന്നത് KJ ഷൈൻഡീസ് ആണ്. ടീച്ചർ, രാഹുൽ മാങ്കൂട്ടം കേസിൽ വലിയ വലിയ സംഭവവികാസങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിജീവിത മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതിയായിട്ട് ചെല്ലുന്നു. ശേഷം രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ MLA ഓഫീസിനൊക്കെ പൂട്ടിയിട്ട് ഒളിവിലാണ്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സത്യമേവ ചെയ്തേ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു. സത്യത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ടീച്ചർ നോക്കി കാണുന്നത്? അല്ല, കേരള സമൂഹത്തിലെ വലിയ ഒരു ആപത്താകാൻ സാധ്യതയുള്ള ഒരു പൊതുപ്രവർത്തകൻ, പെടുന്നനെ ഉയർന്നു വന്നൊരു പൊതുപ്രവർത്തകൻ, ഇനിയും ധാരാളം സ്ത്രീകളുടെയും കോൺഗ്രസ് കുടുംബത്തിലെ സ്ത്രീകളുടെയും ഒക്കെ മാനത്തിന് വില പറയാൻ കരുതിക്കൂട്ടി തയ്യാറായി രാഷ്ട്രീയ ജീവിതത്തെ ഉപയോഗിക്കുന്ന ഒരു സൈക്കോപാത്ത്, ഒരു സെക്ഷൽ പെർവേർട്ട് ആയിട്ടുള്ള ഒരാളെ കേരള സമൂഹത്തിന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2-3 മാസമായാലും, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2025 ജൂലൈ മാസത്തിലാണ് ഈ വാർത്ത ചെറിയ തോതിലായിട്ടെങ്കിലും പുറത്തേക്ക് വരുന്നത്. പക്ഷേ ജൂലൈ തുടങ്ങി ഇത്രയും മാസം അതിനെ എന്താ പറയാ, ഒന്നുമല്ല, ഹൂ കെയേഴ്സ് എന്നുള്ള അതേ മനോഭാവത്തോടു കൂടി നേരിടുകയും, ഈ 2 ദിവസം മുൻപ് പോലും മാധ്യമങ്ങളുടെ മുന്നിൽ താൻ വളരെ നിഷ്കളങ്കനാണ്, അല്ലെങ്കിൽ ഞാൻ നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനല്ല എന്ന യാതൊരു മുഖത്തോ ഭാവത്തിലോ വർത്തമാനത്തിലോ വേ ഓഫ് പ്രസന്റേഷനിലോ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതുകൊണ്ട് പറയാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒട്ടും തന്നെ പുറത്തേക്ക് പറഞ്ഞയക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ്. ഒരു സാമൂഹ്യ ജീവിതം അനുവദിക്കാൻ പോലും, ഈ സമൂഹത്തിന് അനുവദിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മാനസികമായ മറ്റുള്ളവരുടെ നൊമ്പരത്തിൽ, മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിൽ ആഹ്ലാദിക്കുന്ന, അർമാദിക്കുന്ന ഒരു മനുഷ്യരൂപിയാണ്. അപ്പോ അയാളെ ഇപ്പോ ഏതാണ്ട് ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സംഭവമൊക്കെ ആദ്യം വന്നു കഴിഞ്ഞപ്പോ സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ, ബലാത്സംഗ കേസുകൾ, പീഡന കഥകൾ ഒക്കെ കേൾക്കുന്ന ലാഘവത്തോടു കൂടിയാണ് നമ്മൾ ആദ്യം ഇത് കേട്ടത്. പക്ഷെ പിന്നീടാണ് ഒരാളെ മാത്രമല്ല, പല സ്ത്രീകളെയും പെൺകുട്ടികളെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും, എനിക്ക് തോന്നുന്നു പുരുഷന്മാരോടും ഇങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയോടുകൂടി സമീപിക്കുകയും അവരെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് നമ്മൾ അറിയുന്നത്. അപ്പോ സൈക്കോപാത്തായ അല്ലെങ്കിൽ സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എങ്കിൽ നമുക്ക് അയാളെ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇത് നിയമത്തിന്റെ പരിരക്ഷ, ഒരു പ്രത്യേക പ്രിവിലേജ്, MLA എന്നുള്ള പ്രിവിലേജ് നിലവിൽ കയ്യിലുള്ള, അത് കൈമുതലായി കൊണ്ടു നടന്ന് അതിന്റെ പിൻബലത്തിൽ ഈ തരം മനുഷ്യത്വഹീനമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു അപകടകരമായ ഒരു ജീവിയായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിഞ്ഞു. എന്നിട്ടും അതിനെ എന്താ പറയാ, തൃണവൽഗണിച്ചുകൊണ്ട് ഈ സാധ്യതകളെയും ഈ സാഹചര്യത്തെയും മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ, കേരള സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ട ഈ വികൃത മുഖത്തെയും അതിനെ തേച്ചു മിനുക്കാൻ കഴിയാവുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്റെ പ്രിവിലേജിലായിട്ടുള്ള പൊസിഷൻ ഉപയോഗിച്ച് ശ്രമിക്കുന്ന ഒരു അപകടകരമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് കേരള സമൂഹം കടന്നത്. ഇപ്പൊ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് പറയുന്നത് ഈ പെൺകുട്ടി അറിയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്നലെ വരെ ഈ യുവതിയെ പറ്റി അറിയില്ല, അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിട്ട് അതുമായി മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ വ്യക്തി ഇന്നിപ്പോ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയാമെന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. സത്യത്തില് രാഹുൽ മാങ്കൂട്ടം പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെ അതെ അതായത് ഇദ്ദേഹം പലതരത്തിൽ, അതായത് ഇതൊരു തന്ത്രശാലിയായിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ. മാത്രമല്ല വളരെ ക്രിമിനൽ മെന്റാലിറ്റി ഏറ്റവും ആഴത്തിൽ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ ഒരു പൊതുജീവിതം നയിക്കുന്ന, പൊതുജീവിതം എന്നുള്ളത് ഇപ്പോ കേരളത്തിലെ ചില പുതിയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇൻവെർട്ടഡ് കോമയിലേ പറയാൻ പാടുള്ളൂ. കാരണം സാധാരണഗതിയിലൊക്കെ കോൺഗ്രസിലാണെങ്കിലും
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലാണെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണെങ്കിലും പൊതുജീവിതത്തിന്റെ ഒരു നിർണായക ലെവലിലേക്ക് ഉയർന്നു വരുന്നത് വർഷങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തൊഴിലാളി സംഘടനകളുടെ ആയിരിക്കാം, യുവജന പ്രസ്ഥാനങ്ങളിലൂടെയുള്ള പ്രവർത്തനമായിരിക്കാം, മഹിളാ സംഘടനകളിലൂടെയുള്ള പ്രവർത്തനമായിരിക്കാം. അപ്പൊ വ്യത്യസ്ത തുറകളിൽ മനുഷ്യരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അതൊക്കെ ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ കൂട്ടി അവരുടെ നേതൃത്വം ഏറ്റെടുത്ത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയൊക്കെയാണ് സാധാരണഗതി ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക ഉയർന്നു വരുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയും ഒക്കെ വളർച്ച പ്രാപിച്ചതിന്റെ ഭാഗമായി അതുപയോഗിച്ച് പൊതുപ്രവർത്തക എന്നുള്ള പേര് സമ്പാദിച്ച കുറെ പേരുണ്ട്, കുറച്ച് ചുരുക്കം ചിലരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അല്പം ചിലരിൽ ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോ ഇതെല്ലാം ഉപയോഗിച്ച് ഇതില് വന്നതിന് ശേഷം തന്റെ ആ മനസ്സിന്റെ തെറ്റായ നില അത് മറ്റുള്ളവരെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ലൈംഗികമായ ഒരു എന്താ പറയാ സുഖം അനുഭവിക്കുക, അതിന് കുറച്ച് സ്ത്രീകളെ വിക്ടിമൈസ് ചെയ്യുക, അതിനുശേഷം അവരെ ദ്രോഹിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഈ മനുഷ്യൻ വല്ലാത്തൊരു ആനന്ദം അനുഭവിക്കുകയാണ്. അപ്പൊ ലൈംഗിക വൈകൃതത്തിലൂടെ ആനന്ദം അനുഭവിക്കുന്നു, അവരെ ത്യജിക്കുമ്പോഴുള്ള അയാൾക്ക് ആനന്ദം കിട്ടുന്നുണ്ടാവാം, അതുപോലെ തന്നെ അവരോട് ക്രൂരമായി പെരുമാറുമ്പോൾ അതിനോട് നിസ്സഹായ പോയ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശങ്ങളൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ വോയിസ് ഒക്കെ നമ്മൾ കേൾക്കുകയാണ്. അപ്പോ എന്താ പറയാ അത്യന്തം വിലാപ സമാനമായ അല്ലെങ്കിൽ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി കേണപേക്ഷിക്കുമ്പോൾ താൻ ഇന്നലെ വരെ വിശ്വസിച്ച അല്ലെങ്കിൽ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച മാനസികമായും ശാരീരികമായും തന്നെ ഉപയോഗിച്ച ഉപയോഗിക്കുന്നു എന്ന് ഈ പെൺകുട്ടി ഒരിക്കലും ധരിച്ചിട്ടുണ്ടാവില്ല. കാരണം അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം ഇവരിങ്ങനെ കേണ് അവരുടെ ഒരു പരിതോവസ്ഥയിലേക്ക് അവരെ എത്തിച്ചതിന് ശേഷം ആ അവസ്ഥയിൽ നിന്ന് ഇവര് നിലവിളിക്കുകയാണ്, ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, എനിക്ക് ഇങ്ങനെ പറ്റില്ല. ഇപ്പൊ ഗർഭിണിയായതിനു ശേഷം ഗർഭിണിയായതിനു ശേഷം ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ മാനസിക നില വേറെയാണ്. അതിപ്പോ ഒരു സ്വാഭാവികമായ ഒരു കുടുംബത്തിന്റെ ഭാഗമായി ഗർഭം ധരിച്ചാലും അല്ലെങ്കിലും പുരുഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ടാവണില്ല. ശാരീരികമായ മാറ്റം, മാനസികമായ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവണില്ല. ഒരു പക്ഷേ സ്വന്തം കുഞ്ഞിനെ കാണുമ്പോ ഒരച്ഛൻ എന്നുള്ള വികാരത്തിലേക്ക് അല്ലെങ്കിൽ അതിനു മുൻപ് ആ വളർച്ചയുടെ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാവായിരിക്കാം. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭം ധരിച്ചിട്ടുണ്ട്, ഒരു ജീവൻ തന്റെ ഉള്ളിൽ തുടിക്കുന്നു എന്ന് അറിയുന്ന നിമിഷം മുതൽ ആ സ്ത്രീ കേവലം അതിന് തൊട്ട് തലേ ദിവസം കണ്ട സ്ത്രീയല്ല, മാനസികമായും മാനസികമായി വളരെയേറെ മാറണം, ഒരു അമ്മയാവുകയാണ്. അവരുടെ കാഴ്ചപ്പാടും വികാരങ്ങളും വിചാരങ്ങളും വേറെയാണ്. ഒരു ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് പിന്നെ അവർ പ്രവർത്തിക്കുക. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് പറ്റിച്ച് തനിക്ക് കുഞ്ഞിനെ വേണം എന്നുള്ളത് എന്റെ ആവശ്യമാണ് എന്നൊരു പുരുഷൻ തന്നെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തന്നോട് അത്രയേറെ ഇഷ്ടമാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു പുരുഷൻ അപ്പുറത്ത് നിന്ന് പറയാണ് എനിക്ക് നിന്നിലൊരു കുഞ്ഞിനെ വേണം എന്ന് പറയുമ്പോ സ്ത്രീ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിപ്പിച്ചിട്ടാണ് ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത്. അപ്പൊ ലൈംഗികമായി ഇവരുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഇവര് ഗർഭം ധരിക്കുമ്പോ ഇപ്പൊ ചിലപ്പോ സ്വാഭാവികമായിട്ട് ആ കുട്ടി ശരിക്കും പറഞ്ഞാല് സന്തോഷിച്ചിട്ടുണ്ടാവാം, കാരണം ഇയാൾ ഇത് ആവശ്യപ്പെട്ടിട്ട് സംഭവിച്ചേക്കാണല്ലോ. അപ്പൊ ചിലപ്പോ ഇവരുമായി ഒരു ബന്ധം തുടരാനായിരിക്കാം, ചീറ്റിംഗ് ആണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്നിട്ട് ഒരു മനുഷ്യനെ പറ്റിക്കുക, ആ പറ്റിക്കപ്പെട്ട അവസ്ഥയിൽ അവരുടെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുമ്പോ, ഇത് പുറത്തറിഞ്ഞു കഴിയുമ്പോ അവരെ വീണ്ടും മെന്റലി ഹരാസ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നതിന് പ്രേരിപ്പിക്കുക, പലതരത്തിൽ പ്രേരിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ്. ഇപ്പോ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം ഇപ്പൊ രാഹുലൂടെ സൂചിപ്പിച്ചല്ലോ. സത്യം പറഞ്ഞാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അതിനോടനുബന്ധിച്ചും മാധ്യമങ്ങളിലൂടെ വരുന്നത് ഇയാൾക്ക് ഈ സ്ത്രീയെ അറിയാം, ഈ പെൺകുട്ടിയെ അറിയാം, അവിടം വരെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല അയാൾ പറയുന്നത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ പരസ്പര സമ്മതപ്രകാരമാണ് ഈ ബന്ധം ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ചും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം
ഹിന്ദു പത്രത്തിൽ പൊളിറ്റിക്കൽ സയൻസിലെ ഒരു റിസർച്ച് സ്കോളറായ ഒരു സ്ത്രീ LLM വിദ്യാർത്ഥിനി കൂടിയാണ്. അവര് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതായത് 2013 തൊഴിലിടങ്ങളിലെ സെക്ഷൽ ഹരാസ്മെന്റിനെതിരെ അവർക്ക് അവിടെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് എതിരെയുള്ള സെക്ഷൽ ഹരാസ്മെന്റ് അതിന്റെ തടയുന്നതിനും അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനും അവർക്ക് അങ്ങനെ വിധേയമാക്കപ്പെട്ട സ്ത്രീകൾക്ക് എന്താ പറയാ ഒരു പരിഹാരം, അവർക്കൊരു പിന്തുണ കിട്ടുന്നതിനുമായിട്ടാണ് 2013 പോഷ് ആക്ട് വരുന്നത്. അപ്പൊ അതിൽ ഈ സ്കോളർ ആയിട്ടുള്ള ലേഖിക റൈറ്റർ എഴുതുന്നത് ഇറ്റ് നീഡ് എ സ്പൈൻ ഇൻ 2025. അതായത് പോഷ് ആക്ട് ഉണ്ട്, അതിനോടനുബന്ധിച്ച് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും വേണം എന്ന് നിർബന്ധമാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്കകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക്, ഉദ്യോഗസ്ഥകൾക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക്, ഇപ്പൊ ഞാനൊരു 2-3 ബോഡികളിൽ അംഗമാണ്, പക്ഷെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷയം വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു നിയമപരമായ പരിജ്ഞാനം, പ്രാഥമികമായ പരിജ്ഞാനമെങ്കിലും കൊടുക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ പോഷ് ആക്ടിന്റെ പിൻബലത്തിൽ നിയമപരമായി ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് ഈ ആക്ടിൽ പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ന സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ അടുത്ത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടോ, ICC ഉണ്ടോ, ഇന്നടുത്ത് ICC ഉണ്ടോ, ഇതൊക്കെ അപ്പോ എല്ലാവരും ഒരു 3-4 പേരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഉണ്ട്. മീറ്റിംഗ് മാസത്തിൽ ഇങ്ങനെ കൂടി എന്നും പറഞ്ഞിട്ട് കുറച്ച് ആളുകളെയൊക്കെ വിളിച്ച് ജനപ്രതിനിധി വിളിക്കുന്നു, പ്രമുഖരായിട്ടുള്ള ചിലരെ വിളിക്കുന്നു, അവരെ കൊണ്ട് ഒപ്പിടിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്താണ് ഈ പോഷ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർക്കാണ് പരിരക്ഷ കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഞങ്ങള് പരസ്പര സമ്മതത്തോടു കൂടിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റുള്ളവരും പറയുന്നത് പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇത് ബന്ധത്തിൽ ഏർപ്പെട്ടത്. ഈ പരസ്പര സമ്മതം എന്നുള്ളതിനെ സംബന്ധിച്ച് നിയമവ്യവസ്ഥയിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോ BNS പല ആക്ടുകളും 89, 28 ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ പരസ്പര സമ്മതം എങ്ങനെ വരുത്താം? ഇപ്പൊ ഒരാള് പറയാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ പരിചയപ്പെട്ടതിന് ശേഷം ആൺപെൺ ബന്ധത്തിനിടയ്ക്ക് പരസ്പര ആകർഷണം തോന്നി, ഇഷ്ടം തോന്നി, അവര് തമ്മിൽ അടുത്തു കഴിയുമ്പോ സ്വാഭാവികമായും ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് കുറെ കൂടി വിജിലന്റ് ആയിരിക്കും. കാരണം അവർക്കാണ് ഗർഭപാത്രം ഉള്ളത്. ഇത് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് അവരുടെ ശരീരത്തിലാണ് പ്രവർത്തിക്കുക. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവളെ ഇതിന് വിധേയയാക്കുന്നതിന് അല്ലെങ്കിൽ തന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കുന്നതിന് പിന്നെ കൊടുക്കുന്നത് വാഗ്ദാനങ്ങളാണ്. നിന്നെ വിവാഹം ചെയ്തോളാം, നിന്നെ നോക്കിക്കോളാം, നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം, നിന്നെ ജീവനതുല്യ ഇഷ്ടമാണ്. നമ്മൾ സിനിമയിലും മറ്റ് സീരിയലുകളിലും ഒക്കെ കാണുന്നത് പോലെ, നോവലുകളിലും കഥകളിലും ഒക്കെ കാണുന്നത് പോലെ ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിയുമ്പോ ഈ സ്ത്രീയെ വിശ്വസിപ്പിച്ചതിന് ശേഷം എന്താ പറയാ പരസ്പര സമ്മതപ്രകാരം ഇവര് ബന്ധപ്പെടുന്നു. അതിനുശേഷം ഇതിപ്പോ ഗർഭം ധരിച്ചു അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയത്തിലേക്ക് വരുന്നു. അപ്പോഴാണ് ഇതിന്റെ തനിനിറം പുറത്ത് ചാടുന്നത്. അപ്പൊ പിന്നെ ഇത് അവസാനിപ്പിക്കണം. അപ്പൊ ഈ പരസ്പര സമ്മതത്തോടുകൂടി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ബന്ധപ്പെടലിന് ശേഷമുള്ള ഫലം ഉണ്ടല്ലോ, അനന്തരഫലം. ആ അനന്തരഫലം രണ്ടുപേരും ഉത്തരവാദിത്തോടുകൂടി ഏറ്റെടുക്കണം. അതാണ് നിയമം പറയുന്നത്. രണ്ടുപേർക്കും ഈ അനന്തരഫലത്തിൽ ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ ആ ഗർഭത്തിന് ഈ 2 പേർക്ക് ഉത്തരവാദിത്വമുണ്ട്, ആ ശിശുവിന്റെ ജീവന് 2 പേർക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ ഘട്ടം വരുമ്പോ മാറിപ്പോവുക, അതിൽ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കണം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഇയാള് നേടിയെടുത്ത ഈ പരസ്പര സമ്മതം എന്നുള്ളത് ഒരു ചതിയാണ്, ഒരു ബിട്രയലാണ് എന്ന് നിയമം കൃത്യമായി പറയുന്നു. അപ്പൊ ഇതിവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതാണ് എന്ന് നാട്ടുകാർക്ക് മുഴുവനും വ്യക്തമായില്ലല്ലോ. ആ പെൺകുട്ടി പറയുന്നതിലും അവര് തമ്മിലുള്ള ചാറ്റിങ്ങിലും വാട്സാപ്പ് ചാറ്റിങ്ങിലും ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിയമത്തിന്റെ മുന്നിൽ, അതായത് സമൂഹത്തിന്റെ മുന്നിൽ തനി വഞ്ചകനായ ഒരു കാമുകനാണ് ഇയാൾ. അല്ലെങ്കിൽ കാമുകൻ എന്ന് പദവിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തനി വഞ്ചകൻ, തന്റെ ശാരീരിക സുഖം മാത്രം അങ്ങനെ ജീവിക്കുന്ന ജീവികളെ നമ്മൾ മൃഗങ്ങൾ എന്നാണ് പറയാറ്. മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പൊ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശാരീരിക എന്താണ് പറയാ, ഒരു അട്രാക്ഷൻ തോന്നാം, അല്ലെ മാനസികമായ ഒരു അടുപ്പം തോന്നാം,
ഒരു അനുരാഗം തോന്നാം, അതിനപ്പുറത്തേക്ക് ശാരീരിക ബന്ധമുള്ള ഒരു ആഗ്രഹം തോന്നാം. പക്ഷെ അങ്ങനെ തോന്നുന്നവരൊക്കെ ആയിട്ട് മനുഷ്യര് ശാരീരിക ബന്ധത്തിൽ വരാറില്ല. അതിന്റെ കാരണം എന്നാൽ മൃഗങ്ങൾക്ക് ഇതിപ്പോ എന്താ തോന്നുന്നു വെച്ചാൽ അറ്റ് പ്രസന്റ് ആ മൃഗങ്ങൾ അവിടെ അത് ചെയ്തിരിക്കും. അതിപ്പോ നമ്മൾ നോക്കി നിൽക്കുന്നുണ്ടോ, നാട്ടുകാർ കാണുന്നുണ്ടോ, വേറെ മൃഗം കാണുന്നുണ്ടോ എന്നൊന്നും മൃഗത്തിന് ഇതില്ല. അതായത് മൃഗത്തിന്റെ ഒരു എന്താ പറയാ ചിന്താശേഷി ഇല്ലാത്തൊരു ജീവിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത് മനുഷ്യൻ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ചിന്താശേഷിയില്ല മൃഗത്തെ സംബന്ധിച്ച് മൃഗത്തിന് ഒരു എന്താ പറയാ ഒരു പ്ലഷർ, മാംസദാഹം എന്നൊക്കെ പറയുമല്ലോ, ആ പ്ലഷർ മാത്രമാണ് മൃഗങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് അതിന് സമാനമായ ഒരു അവസ്ഥയിലാണ് ഈ മനുഷ്യരൂപിയായിട്ടുള്ള ഈ MLA നമ്മുടെ മുന്നിൽ, കേരള സമൂഹത്തിന്റെ മുന്നിൽ ചെയ്തിട്ടുള്ളത്. അതിനെ വേറെ ഏതെങ്കിലും പൊതുപ്രവർത്തകരുടെ പ്രശ്നങ്ങളുമായി തുലനം ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ തുലനം ചെയ്യാൻ കഴിയില്ല. സ്ത്രീകൾക്കെതിരെ ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും, അത് പൊതുപ്രവർത്തകനെന്നോ സാധാരണ മനുഷ്യരെന്നോ വ്യത്യാസമില്ലാതെ സ്ത്രീ വിരുദ്ധമായ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നവരെല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നത്തെ വേറൊരു പ്രശ്നവുമായും ഇന്ന് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്നോളം കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നവുമായും തുലനം ചെയ്യാൻ കഴിയില്ല. ഒന്ന്, ഇയാൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വലിയൊരു സമൂഹത്തിന്റെ നേതാവ് ആയി വോട്ടിങ്ങിലൂടെ നേതാവായ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രിവിലേജിന്റെ മുകളിലാണ് ഇയാൾ നിന്ന് വിരാജിക്കുന്നത്. ആ പ്രിവിലേജിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് സാധാരണക്കാരും ഇടത്തരക്കാരും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരും ആയിട്ടുള്ള സ്ത്രീകളെ ഇയാൾ ഈ കണ്ണുകൊണ്ട്, ഒരു കുറുക്കന്റെ കണ്ണുകൊണ്ട് നോക്കി കാണുകയും കിട്ടിയ അവസരത്തിലൊക്കെ അവരെ ഉപയോഗിക്കുകയും, ഒന്നും രണ്ടും അല്ല, നിരവധിയായ സ്ത്രീകൾ, അതിലിപ്പോ മൈനറായിട്ടുള്ള പെൺകുട്ടി അടക്കം പോക്സോ കേസ് വരെയും ആകാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനെ നമുക്ക് ഉപഗമിക്കാൻ പറ്റുന്നത് ഈ ജനാധിപത്യ സംവിധാനമൊക്കെ നിലനിൽക്കുന്നതിന് മുൻപ്, രാജവാഴ്ചയും ജന്മിത്വവും ഒക്കെ നിലനിൽക്കുന്നതിന് മുൻപ് ജന്മിയുടെ മനോഭാവം എന്താണ്? ജന്മി എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിന്റെ ലാൻഡ് ഓണറാണ്. പൊളിറ്റിക്കൽ പവറും അയാളുടെ കയ്യിലുണ്ട്, കാരണം രാജാവും മറ്റ് ഭരണ സംവിധാനങ്ങളും അയാളുടെ കയ്യിലുണ്ട്, പിന്നെ സമ്പത്തുണ്ട്. അപ്പൊ ഈ ജന്മി തനിക്കിഷ്ടമുള്ള സ്ത്രീയെ കണ്ടാൽ അവരോട് പറയും ആ ജന്മിത്വ കാലഘട്ടത്തിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ തന്റെ മകളാണോ ഭാര്യയാണോ അവൾ ഇന്ന് രാത്രി ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ അത് അയാളുടെ കസ്റ്റഡിയിലാണ്. ഇത് നമ്മൾ മാറ്റിയത് ധാരാളം സമരങ്ങളിലൂടെ സ്ത്രീകളും പുരുഷന്മാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ നന്നായി ഇടപെട്ടുകൊണ്ട് സമരം ചെയ്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇന്നത്തെ അന്തസ്, ഒരു സാമൂഹ്യ അന്തസ്, രാഷ്ട്രീയ അന്തസ് നേടിയെടുത്തിട്ടുള്ളത്. ആ രാഷ്ട്രീയ അന്തസ്സിനെ ജനാധിപത്യ സമൂഹത്തിൽ തകർക്കാൻ ശ്രമിക്കുന്ന അത്യന്തം ഹീനമായ മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഈ മനുഷ്യൻ രൂപിയായിട്ടുള്ള ഇയാള്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെ ഒരു തരത്തിലും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. ഏറ്റവും സന്തോഷം തോന്നിയത്, ഏറ്റവും അഭിമാനം തോന്നിയത് കോൺഗ്രസിലുള്ള അത്തരം മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്ന കുറച്ച് ആളുകളുടെ പ്രതികരണം, ശബ്ദം കേട്ടപ്പോഴാണ്. ഇപ്പോ സ്ത്രീകൾ പല നേതാക്കന്മാരും, ബിന്ദു കൃഷ്ണയാണെങ്കിലും ഷാനിമോൾ തോമസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പോ KPCCയുടെ നേതാവായിട്ടുള്ള സജിനയാണെങ്കിലും, അവരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി. ഇതിന് വഴിമരുന്നിട്ടത് ആരാ? പറവുകാരിയായിട്ടുള്ള നടിയായിട്ടുള്ള റിനിയാണ്. റിനി ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുമ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വലിയ തോതിൽ വലിയ പൊസിഷനിൽ ഇങ്ങനെ ഉയർത്തി നിർത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ. അതിലൊരു നമുക്കൊരു യോജിക്കാൻ പറ്റാത്തൊരു കാര്യം, ഒരു അർത്ഥത്തിൽ ഒരു നിലപാടെടുത്തു എന്നുള്ളത്. പക്ഷെ ഈ നിലപാടെടുക്കാനുണ്ടായ സാഹചര്യം എന്താ? ആ സാഹചര്യം 3 വർഷം മുൻപ് തന്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് നേതാക്കന്മാരുടെ കൂടെയൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ അതിന്റെ പൊതു സംവിധാനത്തിലോ പരിപാടികളിലോ ഒക്കെ കൂടെ നിന്ന റിനി, നമ്മുടെ രാഹുൽ ഗാന്ധി മുതൽ താഴെത്തട്ടിലുള്ള എല്ലാ നേതാക്കന്മാർ വരുമ്പോഴും അവരുടെ പരിപാടികളിലും ഒക്കെ തന്നെ റിനിയുടെ സാന്നിധ്യം ഫോട്ടോയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. റിനി പറയുന്നുണ്ട്, എനിക്ക് എന്റെ പ്രസ്ഥാനത്തോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കോൺഗ്രസ് മനോഭാവമുള്ള സ്ത്രീയാണ് എന്ന് റിനി പറയുന്നുണ്ട്. ഇത് ഇവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെയുള്ളൊരു യുവതി ഈ ആള് മോശക്കാരനാണ്, തന്നോടും മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് തനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഇവിടുത്തെ MLA എന്നുള്ള നിലയ്ക്ക് പിതാവിനെ പോലെ കാണുന്ന
ശ്രീ വി ഡി സതീശനോട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ 3 വർഷം മുൻപ് പറഞ്ഞു. പറഞ്ഞതിന് ശേഷവും ഇതിനെക്കുറിച്ചൊരു പ്രതികരണം, പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം എനിക്ക് കിട്ടിയില്ല എന്നാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. കിട്ടിയില്ല എന്ന് മാത്രമല്ല, പിന്നെ കാണുന്നു KPCCയുടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നു. അതിനുശേഷം പാലക്കാട് MLA ആവുന്നു. അപ്പോ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ, റിനി അതിന് വിക്ടിമായില്ല, പക്ഷെ വിക്ടിമാക്കാൻ ശ്രമിച്ചു. പക്ഷെ വിക്ടിമായിട്ടുള്ള കുറെ പേരുണ്ട്, അത് എനിക്കറിയാം. അപ്പൊ ഇവര് ചിലപ്പോ പരസ്പരം ഷെയർ ഉണ്ടാവാം ഇയാളെ കുറിച്ച്. അതുകൊണ്ടാണ് വിക്ടിം ആവാതിരുന്നത് കൊണ്ടാണ് ഇനി അത് തുറന്നു പറയാനും പരാതിപ്പെടാനും ഉള്ള ഒരു സാധ്യത ഉണ്ടായത്. അപ്പൊ പരാതിപ്പെട്ടിട്ടും ഈ കുറ്റവാളി അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ പെർവേർട്ട് ആയിട്ടുള്ള ഇയാൾ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് ഓരോ സ്റ്റെപ്പും, പൊസിഷന്റെ ഓരോ സ്റ്റെപ്പും, പ്രിവിലേജിന്റെ ഓരോ കടമ്പയും കയറി ഇങ്ങനെ കയ്യെത്താ ദൂരത്തേക്ക് പോവാണ്, ഉയരങ്ങളിലേക്ക് പോവാണ്. ഇതിൽ മനം നൊന്നിട്ടാണ്, ഇതിൽ ഭീതി തോന്നിയിട്ടാണ് ഈ റിനി ഇത് പുറത്തേക്ക് പറയുന്നത്. അപ്പൊ 3 വർഷം മുൻപേ ഉള്ള ഒരു സംഗതി അതിനെ മൂടി വെക്കുകയും ഈ പറഞ്ഞ എന്താ പറയാ പൊതുപ്രവർത്തകൻ, ഇൻവെർട്ടഡ് കോമ, പൊതുപ്രവർത്തകരായിട്ടുള്ള കുറച്ചു പേരെ ഈ റീൽസിലൂടെ ഉണ്ടാക്കി വലുതാക്കി എടുത്ത് പുറത്തേക്ക് വിട്ടു. ഈ കുപ്പിയിലെ ഭൂതത്തെ അതിന്റെ മൂടി തുറന്ന് പുറത്തേക്ക് വിട്ടു. തുറന്നു വിട്ടപ്പോ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അവിടെയാണ് ഒരു നടപടിയിലേക്ക് എടുക്കേണ്ടി വന്നത്. കാരണം ഈ കുപ്പിയിലെ ഭൂതം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ഇനിയിപ്പോ അവിടെ ഈ കള്ളനെ പിടിക്കാൻ ആളുകൾ ഓടുമ്പോ മുന്നിൽ കള്ളനെ പിടിക്കാൻ ഓടുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടുമല്ലോ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ആ നിലപാട് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലൊരു ആത്മാർത്ഥത ഇല്ലാത്ത നിലപാടാണ്. അതിനിടയിൽ ഈ വി ഡി സതീശനോട് മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ സതീശൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. മകളെ പോലെയാണ് താൻ റിനിയെ കാണുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോ ഈ മകളെ പോലെ കാണുന്ന ആള് ഒരു പരാതി കൊടുത്തിട്ട് എന്തുകൊണ്ട് ഈ പിതാവിനെ പോലെ റിനി കാണുന്നു എന്ന് പറയുന്ന താങ്കൾ നടപടി എടുത്തില്ല എന്നൊരു ചോദ്യം ചോദിച്ചു. അവിടെയാണ് സത്യത്തിൽ സതീശൻ കുടുങ്ങിപ്പോയത്. അതെ, ഈ ചെയ്യുന്നതിലൊന്നും ആത്മാർത്ഥത ഇല്ല എന്നുള്ളതാണ്. അതിപ്പോ പകൽ പോലെ വെളിച്ചമുള്ള താനും പെടുമോ എന്നുള്ള ഭയത്തിലാണ് ഇപ്പൊ സതീശൻ ഈ ഒരു ഇപ്പോ ഇതില് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഈ വ്യക്തി ഇത്തരം വിക്രിയകൾ അത് പല കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിലുള്ള സ്ത്രീകളോട് പോലും ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷെ അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഈ തൊണ്ടയിൽ പുഴുത്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പണ്ട് കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അവസ്ഥയിലാണ്, തൊണ്ടയിൽ പുഴുത്ത അവസ്ഥയിലാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും. പക്ഷെ ചിലരിങ്ങനെ അവര് സഹിച്ച് മിണ്ടുന്നില്ല, ഇയാളെ സപ്പോർട്ട് ചെയ്യാനൊന്നും വരുന്നില്ല. പക്ഷെ മറ്റു ചിലര് സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് നമ്മൾ സംശയത്തോടെ കാണാൻ കഴിയുള്ളൂ. മറ്റു ചിലർ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് CPMന്റെ ക്രിയേഷൻ ആണ്, അല്ലെങ്കിൽ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതിജീവനെ വീണ്ടും പല രീതിയിൽ അതിജീവനെ റേപ്പ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയയിൽ. അതെ സ്ത്രീകളെ എന്താ പറയാ ആക്രമിക്കാൻ, അവരുടെ വായടപ്പിക്കാൻ, അവരെ നിസ്സഹായാവസ്ഥയിലേക്ക് തള്ളിവിടാൻ, അവരെ അതിനവസാനം ഒരു ആത്മഹത്യയിലേക്ക് അവസാനിപ്പിക്കാൻ, ആ സംഭവത്തെ, ആ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യാന്ന് പറഞ്ഞാൽ ആ പരാതിക്കാരി ആത്മഹത്യ ചെയ്യണം. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു താല്പര്യം. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ പാട്രിയാർക്കി ഉള്ള ഒരു സമൂഹത്തിൽ പാട്രിയാർക്കിക്കൽ മെന്റാലിറ്റി എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ട്. അപ്പോ എളുപ്പം ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് എളുപ്പം ഈ അധികാരം കൂടുതലുള്ള ആളുടെ വശത്ത് നിൽക്കുന്നതാണ്, സേഫ് സോൺ ആണത്. എന്നാൽ ഈ ഇരയായിട്ടുള്ള ഒരാളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വരും. കാരണം അധികാരം കൂടുതലുള്ള സമൂഹം മൊത്തത്തിൽ ആ അധികാര വ്യവസ്ഥാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളുടെ കൂടെ ആയിരിക്കും. ഇപ്പൊ മറുവശത്ത് അധികാരമില്ല, സ്ത്രീകളെ സംബന്ധിച്ച് അധികാരത്തിന് പുറത്താണ്, ഒരു പരിധിവരെ അധികാരത്തിന്റെ ബൗണ്ടറിക്ക് പുറത്താണ്. പിന്നെ സാമൂഹ്യ നിയമങ്ങൾ സ്ത്രീകൾക്കെതിരാണ്. ഇപ്പോ ഉയർത്തിക്കൊണ്ടുവരുന്ന വാദം അവര് വിവാഹിതയാണ്, അല്ലെങ്കിൽ അവര് ചെന്നിട്ടല്ലേ, അവരിതൊക്കെ അറിഞ്ഞിട്ട് ഇയാളുമായി ബന്ധപ്പെട്ടിട്ടല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോ അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ആൺ പെൺ ട്രാൻസ്ജെൻഡർ വ്യത്യാസമില്ലാതെ മനുഷ്യരായ മനുഷ്യർക്കൊക്കെ ഉള്ള ഒരു സ്വാഭാവികമായ ചോദനയാണ് ലൈംഗിക അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെ മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നു,
മൃഗങ്ങളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്, നമ്മൾ ചിന്തിക്കുന്നു. സാമൂഹ്യ മര്യാദകൾ പലതും നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സാമൂഹ്യ മര്യാദകൾക്കെല്ലാം അപ്പുറത്താണ് അല്ലെങ്കിൽ മുകളിലാണ് പുരുഷന് കൊടുക്കുന്ന സ്ഥാനം സമൂഹം. അതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഈ പ്രശ്നത്തിൽ പുരുഷന് കിട്ടുന്നത്. നേരെ മറിച്ച് ഇപ്പൊ ഇവള് വിവാഹിതയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെ പോയിട്ടല്ലേ എന്ന് ചോദിക്കുന്ന സമൂഹം തിരിച്ചു ചോദിക്കാം, ഈ സ്ത്രീ ഒരു വ്യക്തി മാത്രമാണ്, ഒരു പ്രിവിലേജ് അവർക്കില്ല. മാത്രല്ല അവർക്ക് വേറൊരാളെ ഉപദ്രവിക്കാൻ പറ്റുന്ന തരത്തിൽ ചങ്ങലകളായി ഉപദ്രവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല. അത് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് പ്രിവിലേജിന്റെ കാര്യത്തിലാണെങ്കിലും അവർക്കില്ല. ഇവിടെ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ്. അപ്പോ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ പ്രതിനിധിയായി ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ചെയ്യുന്ന തെറ്റും കേവലം ഒരു സാധാരണ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ചെയ്യുന്ന, അതായത് നിയമത്തിന്റെ മുന്നിൽ തെറ്റ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ സാമൂഹ്യ മര്യാദകളുടെ മുന്നിൽ വരുന്ന തെറ്റ്, ഈ രണ്ട് തെറ്റിനെയും ഒരേപോലെ തുലനം ചെയ്യാൻ കഴിയില്ല. കാരണം ഇയാൾക്ക് കുറെ കൂടി സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കക്ഷിക്ക് ഒരു MLA ആണ്, തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജനപ്രതിനിധിയാണ്. അയാൾക്ക് ഈ സമൂഹത്തോട് ഈ സ്ത്രീ, ഈ പെൺകുട്ടിക്കുള്ളതിനേക്കാൾ കൂടുതൽ സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ട്. തെറ്റിലേക്ക് പോകുന്നവരെ കൂടി തിരുത്തി ഒരു സാമൂഹ്യ പ്രശ്നങ്ങളെ, കുടുംബ പ്രശ്നങ്ങളെ, സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളെ, അല്ലെങ്കിൽ സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന ഇത്തരത്തിലും പ്രശ്നങ്ങളെ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കേണ്ട ഒരു ലീഡറാണ് ഈ മനുഷ്യൻ. ആ ലീഡറാണ് ഇതേപോലെ സ്ത്രീകളോട് മോശമായി പെരുമാറുകയും അവരെ ഗർഭിണിയാക്കുകയും അതിനുശേഷം അവരെ പുല്ലുപോലെ വലിച്ചെറിയുകയും ചെയ്യുന്ന, കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞ ചില ധാരണകളുണ്ടല്ലോ. കാരുണ്യം, കരുണ, സ്നേഹം, സഹാനുഭൂതി, പരസ്പര ബഹുമാനം, ഇതൊക്കെ തരിമ്പുമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോ, നമ്മൾ മനുഷ്യർ, ഇവിടുത്തെ വോട്ടർമാർ, സാധാരണ മനുഷ്യർ ചിന്തിക്കണം, ഇങ്ങനെയുള്ളവരാണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചിന്തിക്കണം. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരാണെങ്കിലും അത് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അവിടെ വരുന്ന പാകപ്പിഴകളാണ് ഇത്തരത്തിലുള്ള മനുഷ്യജീവികൾ നമ്മുടെ നിർഗന്ധയിലേക്ക് കയറി ചെവി നുള്ളാൻ ഉള്ള പ്രാപ്തി നേടുന്നത്. ടീച്ചർ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ സീമാജി നായരെ പോലുള്ള ആളുകളൊക്കെ നടത്തിയ പ്രതികരണം ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട്, പരസ്യമായിട്ട് ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. അനുശ്രീ, തൻവി അങ്ങനെയുള്ള ആളുകളൊക്കെ ഇയാൾക്കൊപ്പം പല പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇയാളത് റീൽസ് ആക്കിയിട്ട് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ഇയാളെ PR സംഘത്തേക്ക് വെച്ചുകൊണ്ട് അയാളെ കളഞ്ഞുപോയൊരു പരിവേഷം വീണ്ടും അയാൾ എടുത്തണിയാൻ വേണ്ടി ശ്രമം നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളൊക്കെ അതിജീവിതനെ വളരെ മോശമായിട്ട് വീണ്ടും അപമാനിച്ചുകൊണ്ട് പല വീഡിയോകൾ ചെയ്യുന്നു. അതിനൊക്കെ ടീച്ചർ അങ്ങനെ നോക്കി കാണുന്നു? അല്ല, ചില വ്യക്തികളെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അത് പറയാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അതില് ഇപ്പൊ ഞാൻ പറയാലോ, ചാനൽ ചർച്ചകളിൽ പോലും കൊണ്ടുവന്നിരുന്നു. അതെ അതെ, അത് മാധ്യമങ്ങൾക്ക് ഒരു നൈതികത, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും നൈതികമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. മാധ്യമങ്ങൾക്ക് ഒരു നൈതികത ഉണ്ടാവണം. മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ അവർ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് റേറ്റിംഗ് ആണ്. അപ്പൊ ഒരാള് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന് ചാനൽ ചർച്ചയിൽ വന്ന് വലിയ ബഹളം വെച്ച് ഒച്ചയുണ്ടാക്കി മറ്റുള്ളവരെ അടിച്ചമർത്തി വായിൽ തോന്നിയതൊക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താണ് എന്ന് കേൾക്കാൻ നാലാളത് കാണാൻ തയ്യാറാവും. അതിന്റെ ക്യാപ്ഷൻ അതായിരിക്കും. അതുമല്ല, ഇയാൾ ഇങ്ങനെ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ കാണാൻ ഒരു കൗതുകത്തിന്, രസത്തിന് ആളുകൾ ഇത് കാണും. അപ്പൊ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടും. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് ഈ റേറ്റിംഗ് നേടുക എന്നുള്ളത് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ചില വഷളത്തരം കാണിക്കുന്ന ആളുകളെ ഇതിന്റെ അകത്ത് കയറ്റിയിരുത്താൻ നമുക്കൊക്കെ സങ്കടം തോന്നാറുണ്ട്. കാരണം ഇപ്പൊ നടന്നിരിക്കുന്നത് ഈ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ്. അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, ഒന്നല്ല രണ്ടല്ല, ഒരു പറ്റം ഉണ്ട് ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടവരും ഉപയോഗിക്കപ്പെട്ടവരുമായിട്ടുള്ളവര്. അതിൽ ഈ കുട്ടിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു മാനസികമായി വല്ലാതെ അടുത്തു വിശ്വസിച്ചു, അങ്ങേയറ്റം വിശ്വസിച്ചു. ഈ പെൺകുട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിപ്പിച്ചു.
സാധാരണ ഇതിൽ ഈ കുറുക്കൻ കോഴി അങ്ങനത്തെയൊക്കെ ഈ കഥകളിലൊക്കെയാണ് നമ്മളത് കേട്ടിട്ടുള്ളത്. ഇപ്പോ കാക്കയുടെ വായിലിരിക്കുന്ന അപ്പം തട്ടിച്ചെടുക്കാൻ കുറുക്കൻ ചെയ്യുന്ന വേലത്തരങ്ങൾ, വിദ്യകൾ ചെറിയ ചെറിയ ഈ സോപ്പ് കഥകളിലൊക്കെ വായിക്കാറുണ്ട്. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം ഈ ആധുനിക ജനാധിപത്യ കാലത്ത് ഒരു യുവ നേതാവ് നമുക്ക് പറയാൻ കഴിയില്ല, അങ്ങനെ വിളിക്കപ്പെടുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അസഹനീയമാണ്, നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഈ 2 ദിവസം ഒരാഴ്ച മുൻപ് ഇവിടത്തെ ചില നടിമാർ ഇയാളെ ഇങ്ങനെ പിന്താങ്ങി അയാളോടൊപ്പം റീൽസ് എടുത്ത് ഒരേ കളറൊക്കെ ഉപയോഗിച്ച് അയാളെ ഇങ്ങനെ ചേർത്ത് നിർത്തി പാട്ടൊക്കെ ഇട്ട് റീൽസ് ചെയ്യുന്നത്. ഇവരൊക്കെ എന്ത് മാനസികാവസ്ഥയിലാണ്? എന്താണ് ഇവരുടെ സമൂഹത്തെ കുറിച്ചും മനുഷ്യരെ കുറിച്ചും, സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല മനുഷ്യരെ കുറിച്ച്, നമ്മുടെ സമൂഹത്തെ കുറിച്ച്, ഇവിടുത്തെ പെൺകുട്ടികളെ കുറിച്ച്, മാന്യമായി അന്തസ്സായി ജീവിക്കുന്ന പുരുഷന്മാരെ കുറിച്ച്, യുവാക്കളെ കുറിച്ച് ഇവരെന്താണ് ധരിച്ചിരിക്കുന്നത്? ഇവര് ചേർത്ത് പിടിക്കുന്ന ഇയാളാണോ ഇവർക്കൊക്കെ മാതൃകയായിട്ടുള്ളത്? അങ്ങനെ ഒരു മാതൃക കാണിക്കാൻ പറ്റിയ ഒരാളാണോ? ഒരു വൈകൃതമായിട്ടുള്ള മനസ്സിന് ഉടമയായിട്ടുള്ള ഒരാളെന്ന് ഏത് മനുഷ്യർക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ഈ കേരള സമൂഹത്തിനകത്ത് എന്തടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യനെ വെളുപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത്? എന്താണ് ഇവരുടെ പിന്നിലുള്ള ചേതോവികാരം? എനിക്ക് സംശയം തോന്നുന്നത് ഇവർക്കും സ്വതന്ത്രമായൊരു നിലപാട് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല ഒരു പക്ഷേ ഇവരുടെ അവസ്ഥ. സാധാരണ ഒരു നിഷ്പക്ഷമായി നമുക്ക് അങ്ങനെ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോ അങ്ങനെ സംശയിച്ചു പോകാണ്. ഇവർക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് വേറെ ഏതെങ്കിലും ദുരന്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഇവര് ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള സാധാരണ നമ്മള് ചിന്തിക്കാറ്. എനിക്ക് ഏറ്റവും അധികം ഇത് തോന്നിയത്, പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന, മറുപുറത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടി, അവരുടെ ശബ്ദവും മറ്റും നിസ്സഹായാവസ്ഥയും നിലവിളിയും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത് ഇവരെത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കും, എത്ര നാൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? കാരണം സമൂഹം മൊത്തം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്തരം വൈകൃത മനസ്കനായ ഒരു മനുഷ്യന്റെ ക്രൂരതകൾ ഒരു വശത്ത് നടക്കുമ്പോഴും സമൂഹ മനസ്സ് കാലങ്ങളായി നേടിയെടുത്തിട്ടുള്ള ഒരു മൂല്യബോധമുണ്ട്. അത് സ്ത്രീ വിരുദ്ധമായ മൂല്യബോധമാണ്. ആത്യന്തികമായി ആ മൂല്യബോധത്തിലേക്കാണ് സമൂഹം എത്തുക. സമൂഹത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. പലപ്പോഴും 2002 തോന്നുന്നു നിർഭയ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പോ നമ്മുടെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് JS വർമ്മ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, നമുക്ക് നിയമങ്ങളുണ്ട്, കോടതികളുണ്ട്, പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്. ഇത്തരം പ്രൊട്ടക്ഷൻ ഒക്കെ, ആധുനികമായ പ്രൊട്ടക്ഷൻ ഒക്കെ നമുക്കുള്ളപ്പോൾ തന്നെയാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുന്നു, 1 മണിക്കൂർ വെച്ച് സ്ത്രീകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, വീട്ടിനകത്ത് പീഡിപ്പിക്കപ്പെടുന്നു, സ്കൂളിൽ പോകുന്ന കുട്ടിയോട് മോശമായി പെരുമാറുന്നു. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ വടക്കൻ കേരളത്തിൽ, കാസർഗോഡ് ഒരു അധ്യാപകനാണ്. അപ്പോ അത്തരത്തിൽ അതുപോലെ തന്നെ മതപണ്ഡിതന്മാർ, പുരോഹിതന്മാർ ഒക്കെ ഇതൊക്കെ ചെയ്യുന്നു, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചെയ്യുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നു? അതായത് നിയമം കൃത്യമായി പ്രയോഗിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് ഈ സമൂഹം ഉയർന്നിട്ടില്ല. സ്ത്രീകൾക്കെതിരായിട്ടുള്ള മുൻവിധികൾ, ഒരു കൾച്ചറൽ പ്രെജുഡീസ് സ്ത്രീകൾക്കെതിരായിട്ട് നമ്മുടെ സമൂഹത്തിൽ കുടുംബം തുടങ്ങി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ സാധനമാണ് യഥാർത്ഥത്തിൽ നിയമമായി പലപ്പോഴും ജഡ്ജ് ചെയ്യപ്പെടുന്നത് ഈ സമൂഹത്തിൽ. അതുകൊണ്ട് ഈ മറുപുറത്ത് നിൽക്കുന്ന ഈ അതിജീവിത, ആ അതിജീവിതയ്ക്ക് എത്ര കാലം അതിജീവിക്കാൻ പറ്റുമെന്ന് സത്യത്തിൽ ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, ഒരു ഗോസിപ്പ് ഉണ്ടാക്കുക. ഇപ്പൊ എനിക്കെതിരെ ഒരു വീഡിയോ വന്നു, അല്ലെ, തികച്ചും വ്യാജമായ 100-101% വ്യാജമാണ് എന്ന് ഈ ഉണ്ടാക്കിയ ആളുകൾക്ക് അറിയാം. അത് കേട്ട ഒരു പരിധി വരെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. എന്നിട്ട് പോലും വ്യാജമാണ് എന്ന് എനിക്കും ഇതുണ്ടാക്കിയ ആളുകൾക്കും അറിയാമെന്നിട്ട് പോലും ഞാൻ വലിയ മാനസിക ഒരു ട്രോമയിലേക്ക് ഞാൻ കടന്നു പോയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ. അപ്പൊ ഇത് പൂർണ്ണമായി തന്നെ വിശ്വസിപ്പിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിനുശേഷമുണ്ടായ ഗർഭധാരണം, അപ്പൊ അത് ഒരിക്കലും സമൂഹം അംഗീകരിക്കില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രശ്നം പൊതുസമൂഹത്തിലേക്ക് ചർച്ചയായി വരുന്നത്. അപ്പൊ തീർച്ചയായും എത്തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് ആ പെൺകുട്ടി വന്നിട്ടുണ്ടാവാം. അതും വിവാഹിതയായ ഒരു സ്ത്രീ, അതിന്റെ അവസ്ഥയൊന്നും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ വിവാഹിതയായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളും
വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള മനുഷ്യ സ്ത്രീയല്ലേ, അല്ലേ? ഇനി ആ വിവാഹാവസ്ഥയിലും മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇനിയിപ്പോ നല്ല ബന്ധമാണെങ്കിൽ പോലും ചിലപ്പോ ഈ ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുപ്പത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലോ നിമിഷത്തിലോ ഒക്കെ ഇവരെടുത്തിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ വിശ്വസിപ്പിച്ച് ഇവരെ ഉപയോഗിച്ചതിന് ശേഷം ഇയാൾക്ക് വേറെ താല്പര്യമാണ്. അങ്ങനെ വഞ്ചിക്കപ്പെട്ട ഒരു വിഷയം പൊതുസമൂഹത്തിൽ വന്നു കഴിയുമ്പോൾ തികച്ചും ഈ കുട്ടി വലിയൊരു മാനസിക അവസ്ഥയിലായിരിക്കും. കാരണം ആരും അത് അംഗീകരിക്കില്ല. കുടുംബം അംഗീകരിക്കില്ല, സമൂഹം അംഗീകരിക്കില്ല, രാഷ്ട്രീയം അംഗീകരിക്കില്ല, രാഷ്ട്രീയ സംഘടനകൾ അംഗീകരിക്കില്ല. എപ്പോഴും ഈ പെൺകുട്ടിയെ ചീത്ത പറയാനും കുറ്റപ്പെടുത്താനും ആയിരിക്കും സമൂഹം തയ്യാറാവുക. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്ന് ഈ പെൺകുട്ടി ആ ശബ്ദം ഇങ്ങനെ അലിഞ്ഞ് സമൂഹത്തിന്റെ ആഴങ്ങളിലേക്ക്, കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് പോലെ വിലയം പ്രാപിക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അവൾ അതിൽ നിന്ന് സർവൈവ് ചെയ്ത് പോന്നു എന്നുള്ളത് ആ പെൺകുട്ടിയെ വലിയ തോതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇനിയൊരു പെൺകുട്ടിക്കും ഇനിയൊരു ആളോടും ഇങ്ങനെയുള്ളൊരു വഞ്ചകന്മാർക്ക് ഒരു സെക്ഷൽ പെർവേർട്ടിന് അങ്ങനെ ഇടപെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത അല്ലെങ്കിൽ ഒരു ഭയം ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ എങ്ങനെയാ ഉണ്ടാകുന്നത്? കാരണം അയാൾക്കറിയാം എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ സമൂഹത്തിൽ, ഞാൻ എന്റെ ജെൻഡർ വെച്ചിട്ട് എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷനാണ് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള മനുഷ്യരെ കൂടുതൽ ശക്തരാക്കുന്നത്. അപ്പൊ അവിടെ നേർക്ക് നേർ നിന്ന് ഈ പെൺകുട്ടി ആ ശബ്ദത്തിന് ഒരു ഉടമയുണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ചെന്ന് കാണുന്നു, മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അപ്പോൾ പോലും കോൺഗ്രസിന്റെ വനിതാ നേതാവ്, ദേശീയ നേതാവ് അവര് പറഞ്ഞത് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഓടിയത് എന്നാണ്. പോലീസിന്റെ അതെ എത്രത്തോളം ബാലിശവും എനിക്ക് തോന്നുന്നു അവർക്ക് ഈ കേരളത്തിന്റെ ഒരു സാമൂഹ്യ എന്താ പറയാ രാഷ്ട്രീയ പുരോഗമന മനസ്സ്, നമ്മളുടെ ഒരു മനുഷ്യ അന്തസ് അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യത്യസ്തത, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയും സാമൂഹ്യ അവസ്ഥയും ഇവർക്കറിയില്ല. അവിടെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ ഒരുപക്ഷെ പോലീസുകാരും ബലാത്സംഗം ചെയ്ത് കൊന്ന് എവിടെയെങ്കിലും കാട്ടിൽ തള്ളും. അതെ, അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടും. വടക്കേന്ത്യയിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഉത്തർപ്രദേശിലൊക്കെ തന്നെ നമ്മൾ എത്രയോ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അച്ഛനെ അടിച്ചു കൊല്ലുന്നു, ഈ കുട്ടിയെ വീണ്ടും ബലാത്കാരം ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടിയെ ആശുപത്രിയിൽ മൃതപ്രായയാക്കി കൊണ്ടുപോകുന്നു. അവര് തന്നെ പോലീസുകാർ തന്നെ അകമ്പടിയോടുകൂടി കത്തിച്ചു കളയുന്നു അല്ലെങ്കിൽ സംസ്കരിക്കുന്നു. അപ്പൊ അതോടുകൂടി ആ പ്രശ്നം ക്ലോസ്ഡ്. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ളൊരു സംഭവം ഇവിടെയും ഉണ്ടാകും എന്ന് ഇവര് കരുതിയിരുന്നു. അങ്ങനെയുള്ള ഒരു പോലീസാണ് ഇവിടെ നിന്ന് ഇവര് ധരിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രിയെ ചെന്ന് കാണാം, ഈ പ്രശ്നങ്ങൾ പറയാം, അതിനോടനുബന്ധിച്ച് അവർക്ക് നിയമ നടപടികൾ അതിന്റെ വേണ്ട വിധത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോവാം. അപ്പൊ ഇവിടെ ഒരു അഭയ കേന്ദ്രം അല്ലെങ്കിൽ നമുക്ക് നീതി ലഭിക്കുന്ന ഒരു ഭരണ സംവിധാനം, അതിന് നേതൃത്വം ഇവിടെ ഉണ്ട്. ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കേരളത്തിന്റെ ഭരണത്തിനകത്തുണ്ട് എന്നുള്ള വിശ്വാസമാണ് ആ പെൺകുട്ടിയെ അവിടേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചത്. ടീച്ചർ, രസം ഈ യുവതി മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് കേട്ടപ്പോൾ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം തന്റെ ഓഫീസ് പൂട്ടിയിട്ട് മുങ്ങുക, പിന്നെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് സത്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മുഖ്യമന്ത്രിയെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ സംവിധാനത്തെ ഭയപ്പെടുന്നു, ഈ സർക്കാരിനെ ഭയപ്പെടുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന എത്രത്തോളമാണെന്ന് രാഹുലിന് നന്നായി അറിയാം. അതെ ഇതിലേ ഞാനൊരു സിനിമയുടെ പേര് കിരീടം ആണോ എന്ന് തോന്നുന്നു, മോഹൻലാലിന്റെ പിന്നിലൂടെ നടക്കുന്ന കൊച്ചിൻ ഖനീഫയാണ് അതിന്റെ ഒരു കഥാപാത്രം, ഒരു കോമാളി കഥാപാത്രം. പക്ഷെ കത്തിയൊക്കെ പിടിച്ച് കയ്യിലൊരു കെട്ടൊക്കെ കിട്ടി, ചെങ്കോൽ, ഒരു വില്ലന്റെ വേഷത്തിൽ. അതായത് ഈ മോഹൻലാല് പുറകിലുള്ളത് കൊണ്ടാണ് ആരണ്ടറ അവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് കത്തിയൊക്കെ നടക്കുന്നത്. ഏതാണ്ട് ആ പരുവത്തിലായിരുന്നു 2 ദിവസം മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനുശേഷം പിടിവിട്ട് പോയിട്ടാ എന്ന് വിളിച്ചു അവിടെ പെൺകുട്ടി, അല്ലേ? മദീട എന്ന് പറഞ്ഞു, നിന്റെ ഈ കസർത്തും നിന്റെ ഈ കാപട്യവും ഇനി നിർത്തടാ എന്ന് കാളി രൂപത്തിൽ ആ പെൺകുട്ടി വന്നു. ഈ സ്ത്രീ സങ്കല്പത്തില്, ദേവി സങ്കല്പത്തില് സ്ത്രീയുടെ ചില സ്ഥാനങ്ങൾ, അവസ്ഥകൾ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നവരാത്രി ആഘോഷിക്കുമ്പോ സ്ത്രീയുടെ ഏറ്റവും കരുത്തുറ്റ ശക്തി കാളി, അല്ലേ? കാളിയുടെ രൂപത്തിൽ വന്നിട്ടാണ് അസുരനെ വധിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം സഹിക്കും, എല്ലാം ക്ഷമിക്കും, എല്ലാം നോക്കി നിൽക്കും, ഇല്ലേ?
സംഗീതത്തിന്റെയും കലയുടെയും അതുപോലെ തന്നെ വിദ്യയുടെയും ഒക്കെ ദേവതയായി ദേവിയായി സ്ത്രീ വരും. പക്ഷെ ഇതിനപ്പുറത്തൊരു രൂപമുണ്ട്, സഹനത്തിന്റെ അങ്ങേയറ്റം. ഭയന്ന് 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 നമ്മൾ നിർഭയത്വത്തിലെത്തുന്നു പറയാറുണ്ട്. ഭയത്തിന്റെ അങ്ങേയറ്റമാണ് നിർഭയത്വം. ഒരു വലിയൊരു ഘട്ടം ഭയത്തിലൂടെ ഈ പെൺകുട്ടി കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവസാനം പിന്നെ അവൾ നിർഭയയായി, നിർഭയത്വത്തിലേക്ക് എത്തി മാനസികാവസ്ഥ. അവിടെയാണ് കൊച്ചിൻ ഖനീഫയായി ഇങ്ങനെ നെഞ്ചു നിവർത്തി ഒരു കത്തിയൊക്കെ പിടിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ നിയമത്തിന്റെ മുന്നിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ടപ്പയെന്ന് പറഞ്ഞ അപ്രത്യക്ഷമായി. ഇല്ലേ? വാതിലൊക്കെ പൂട്ടി, മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സത്യമേവ ജയതേ. എന്തൊരു മാനസികമായി ഈ മാനസികാവസ്ഥ എനിക്ക് തോന്നുന്നു സൈക്കോളജിസ്റ്റും സൈക്യാട്രിയിലൊക്കെ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ മനുഷ്യന്റെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സൈക്കോളജി അറിയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഈ സ്കൂൾ അധ്യാപകർക്ക് ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ സൈക്കോളജി ഒരു വിഷയമാണ്, കുട്ടികളുടെ സൈക്കോളജി. അപ്പൊ ചില മനഃശാസ്ത്ര പുസ്തകങ്ങളും ഒക്കെ നമ്മൾ രസത്തിനൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഈ തരത്തിലുള്ള മനുഷ്യനെ എനിക്ക് തോന്നുന്നു സിനിമയിലും ഇത്തരത്തിൽ കഥാപാത്രം, ഇപ്പൊ കൊച്ചിൻ ഖനീഫയുടെ ഒക്കെ കഥാപാത്രം വിളിച്ച് ഇങ്ങനെ ആരണ്ടറാന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഈ വീരനായകൻ ഇല്ലാന്ന് കാണുമ്പോ ഓടി ഒളിക്കാണ്, പെട്ടെന്ന് ഓടാണ്. ഇതങ്ങനെയല്ല, ഓടിപ്പോയതിനു ശേഷവും സത്യമേവ ജയതേ. എന്തൊരു മാനസികാവസ്ഥയാണ്. നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ടീച്ചർ മെമ്മറീസിലെ വില്ലനെ പറ്റി പറയായിരുന്നു. ആലോചിക്കുക, ഒരു സൈക്കോപാത്തായിട്ടുള്ള വില്ലൻ അയാളെ മറികടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം. അതെ അതെ അതെ, ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലുള്ള ഒരാളാണ്. ആ ആളുടെ പൊസിഷനാണ് നമ്മളെ അതിലേറെ ഭയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ എളുപ്പത്തിൽ വരാം, അല്ലെങ്കിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യും, നാട്ടുകാർക്കും കൈകാര്യം ചെയ്യാം. തീർച്ചയായിട്ടും. ഇത് നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അപ്പുറത്തേക്ക് ഇയാളുടെ പൊസിഷൻ മാറുകയും ആ പൊസിഷൻ ഉപയോഗിച്ച് ഓരോ ദിവസവും ടാർഗറ്റ് ചെയ്യണം. ഇയാളുടെ മനസ്സിലുണ്ടാവും, ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവളെ എങ്ങനെ വശപ്പെടുത്താം, അവളെ എങ്ങനെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ കാണുമ്പോൾ വീണ്ടും അടുത്ത ആളെ ടാർഗറ്റ് ചെയ്യാണ്. അപ്പൊ ഓരോരുത്തരെയായി സിനിമകളിലൊക്കെ മെമ്മറീസിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഓരോരുത്തരെയും ഇയാൾ ടിക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് എന്താണോ വേണ്ടത്, രാത്രിയാണെങ്കിൽ അങ്ങനെ, വാട്സാപ്പിലൂടെ ആണെങ്കിൽ അങ്ങനെ, വാട്സാപ്പ് കോൾ ആണെങ്കിൽ അങ്ങനെ ഒക്കെ വിളിച്ച് ഇങ്ങനെ ഓരോ ഇരയെയും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു വന്യമൃഗത്തിന്റെ മാനസികാവസ്ഥയിലുള്ള ആളാണ്. അപ്പോ ഇയാളെ ഒരു എന്താ ചെയ്യാ, ഒരു തരത്തിലും സാധാരണഗതിയിൽ ഇപ്പൊ ഇത് ന്യായീകരിക്കുന്ന ആളുകളുണ്ടല്ലോ, കോൺഗ്രസിലെ തന്നെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഭാര്യയ്ക്കാണ് ഇത് വരുന്നതെങ്കിൽ ഇവരെന്ത് ചെയ്യും? ആരെ ന്യായീകരിക്കുന്ന? KPCC മുൻ അധ്യക്ഷനായിട്ടുള്ള സുധാകരനൊക്കെയാണ് ന്യായീകരിക്കുന്നത്. അവരുടെ അങ്ങോട്ട് കൊച്ചുമകളെയാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ഈ ന്യായീകരിക്കുന്ന ആളുകളുടെ വീട്ടിലെ മകളെ ആണ് ഇയാൾ ഇങ്ങനെ ചെയ്ത് എന്ന് അറിഞ്ഞാൽ വടക്കേന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ലിഞ്ചിങ് നടക്കൂലേ? തീർച്ചയായിട്ടും ഇല്ലേ? അടിച്ചു കൊന്നളയൂലേ? അപ്പൊ ഇത് തന്റെ വീട്ടിലല്ല, തന്റെ കുടുംബത്തിലല്ല, തന്റെ ബന്ധുക്കൾക്കല്ല, ഇത് മറ്റെവിടെയോ ആണ്, അന്യനാണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വേറൊരാൾക്കാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തൊരു മാനസികാവസ്ഥയാണ് പൊതുപ്രവർത്തനത്തിന് നടക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ നേതാക്കന്മാരുടെയൊക്കെ മനസ്സിലുള്ളത്. കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ കുറിച്ച് ഇവർക്ക് എന്ത് കരുതലാണുള്ളത്, എന്ത് കൺസേൺ ആണുള്ളത്, ഇല്ലേ? ഇവരെയൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വിശ്വസിക്കാൻ കഴിയുക? ഒരു പ്രശ്നം ഉണ്ടായാൽ ഇവരാരുടെ കൂടെ നിൽക്കും? തീർച്ചയായിട്ടും അതൊക്കെ വല്ലാത്തൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. മറ്റൊരു കാര്യം, ഇത്രയൊക്കെ ആരോപണം നേരിടുന്ന ഒരു വ്യക്തി പാലക്കാടിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ പോലും ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറെ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അതായത് സാധാരണ ഒരാൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുൽ മാങ്കൂട്ടം ചെല്ലുകയാണ് ഓരോ വീട്ടിൽ ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നു. അതെ, ഈ കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചന പോലും തീർച്ചയായും അയാളുടെ ഒരു കാര്യത്തിലും ഇല്ല. ഭാവത്തിലില്ല, പ്രവൃത്തിയിലില്ല, സംസാരത്തിലില്ല, നടപ്പിലില്ല, ഒരു കാര്യത്തിലും. അടിമുടി അയാളെ ഈ കുറ്റബോധത്തിന്റെ അല്ലെങ്കിൽ താൻ ചെയ്ത കൊടും ക്രൂരതയുടെ ഒരു ലാഞ്ചന പോലും അയാളെ സ്പർശിച്ചിട്ടില്ല. അയാളുടെ 4 അയലത്തുകൂടി പോലും ഇത് പോയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്ര ഗംഭീരമായ അഭിനയം ഇല്ലേ? ഈ ഇങ്ങനെയുള്ളൊരു അഭിനയം എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒന്നുമല്ല ഇയാളുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുക.
എന്നിട്ട് തീരെ നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോ ഒളിച്ചോടുക. എന്നിട്ട് പോണ പോക്കിന് സത്യമേവ ജയതേ. ചില സംഭവം നമ്മൾ ഓർക്കുമ്പോ ഇത് കോമഡി ഫിലിമാക്കി ഹൊററായിട്ട് ആരംഭിച്ച് കോമഡിയിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ചലച്ചിത്ര ആവിഷ്കാരമാക്കി ഭാവിയിൽ വന്നുകൂടാന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീരഗാഥകൾ. അവസാനം കോമഡിയിൽ അവസാനിക്കും. പിണറായി വിജയന്റെ പോലീസ് ലോക്ക് ഇടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു തർക്കമില്ല. അതില് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം ഇവിടെ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സംവിധാനം ഭരണത്തിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. സ്ത്രീകൾക്കുണ്ട്, അമ്മമാർക്കുണ്ട്, സാധാരണ മനുഷ്യർക്കുണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉണ്ട്. ഏത് കൊലകൊമ്പനായാലും ഈ സമൂഹത്തിലെ ജനാധിപത്യപരമായ നിയമങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ള ശാഠ്യം ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിധി ഡിസംബർ 8-ാം തീയതി വരാൻ പോവുകയാണ് അല്ലേ? വലിയ പ്രമുഖനായിരുന്നു, ദിലീപിന്റെ പ്രമുഖനായിരുന്നു. ഇത്ര ക്രൂരത ചെയ്തിട്ടും അതിന് നേതൃത്വം കൊടുത്തിട്ടും അതിനെല്ലാ ഗൂഢാലോചന നടത്തിയിട്ടും ഒന്നും അറിയാത്ത മാന്യനെ പോലെ നടക്കണം. ഇപ്പോഴും കേരള സമൂഹം അയാളെ കുറിച്ച് എന്താ നിലപാട്? എത്രയോ സിനിമകൾ അതിനുശേഷം ഇറങ്ങി. സിനിമാ തിയേറ്ററിൽ ഈച്ച പോലും ഇല്ലാത്ത വിധത്തിൽ ആ സിനിമകളൊക്കെ പൊട്ടിപ്പോയില്ലേ? എന്നാൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സ്ത്രീകൾ, കുട്ടികൾ, അമ്മമാർ, എല്ലാ വിഭാഗം സ്ത്രീകൾ നെഞ്ചേറ്റിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ ഇത്തരത്തിൽ തോന്നിയാസം ചെയ്തപ്പോ കേരളത്തിലെ സ്ത്രീകൾ ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായിരുന്നു, ജനപ്രിയ നടനായിരുന്നു. മമ്മൂട്ടിയെയും മോഹൻലാലെയും ഒക്കെ വെല്ലുന്ന രീതിയിലുള്ള ജനങ്ങളെ കയ്യിലെടുത്തൊരു നടനായിരുന്നു. ആ മനുഷ്യനെ ഇത്തരം തോന്നിയാസം, ഇത്തരം ക്രൂരത, സ്ത്രീ വിരുദ്ധത ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് വലിച്ചു പുറത്ത് കാട്ടിക്കളഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്നൊരു നിലപാടാണ് എടുത്തത്. വിധിക്കുന്നതിന് മുൻപേ, നിയമം വിധിക്കുന്നതിന് മുൻപേ കേരളത്തിലെ സ്ത്രീകൾ വിധിച്ച, ശിക്ഷിച്ച ഒരു മനുഷ്യനാണ് ദിലീപ്. ഓർക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു മനസ്സ് കേരളത്തിന്റെ മനസ്സുണ്ട്. അപ്പോഴും അപ്പുറത്ത് നിൽക്കുന്ന അതിജീവിതയെ മോശക്കാരിയാക്കാൻ പലതും നടത്തി. ദിലീപിന്റെ കൂടെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു, അവരൊരുമിച്ച് ഗൾഫിൽ പോയിട്ടുണ്ട്, അവരങ്ങനെ നടന്നിട്ടുണ്ട്, ഇങ്ങനെ നടന്നിട്ടുണ്ട്. സ്വാഭാവികമല്ലേ? ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, അതും ഇത്തരത്തിൽ സിനിമാ ഫീൽഡ്, അവരൊരുമിച്ച് ചിലപ്പോ പാട്ടുപാടാൻ പോയിട്ടുണ്ടാവും, അഭിനയത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടാവും, അവരിലുള്ള ബിസിനസിന്റെ ഭാഗമായിട്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം, ഒരുമിച്ച് പോയിട്ടുണ്ടാവാം. ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത സ്ത്രീയെ, ഇങ്ങനെയൊക്കെ കൂടെ നിൽക്കുന്ന സ്ത്രീയെ ഉപദ്രവിക്കാം എന്നാണോ? ആ മനസ്സ്, ആ സാമൂഹ്യമായ തെറ്റായ ബോധം, അത് ഏതായാലും തിരുത്തപ്പെടുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഈ ദിലീപിന്റെ കേസിൽ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിയമം വിധിക്കുന്നതിന് മുൻപേ കേരളത്തിലെ പ്രേക്ഷകർ കൃത്യമായ വിധി എഴുതി. അമ്പെ പരാജയപ്പെട്ട ഒരുപിടി സിനിമകൾ ഞങ്ങൾ കാണാനേ വരുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ശരിയല്ല, നിങ്ങൾ തെറ്റുകാരനാണ്, നിങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി വിധി എഴുതിയ സമൂഹമാണ് കേരള സമൂഹം. അപ്പൊ തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. എനിക്ക് തോന്നുന്നു അത്തരം പ്രതീക്ഷകൾ കൂടി ആവാം നമ്മുടെ ഈ കേസിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഈ പെൺകുട്ടിക്ക് ഒരു മാനസികമായൊരു കരുത്ത് കിട്ടുകയും വലിയൊരു ട്രോമയിൽ നിന്ന് അവൾ ഉയർത്തെഴുന്നേൽക്കുകയും, ഫീനിക്സ് പക്ഷിയെ പോലെ, ഞാൻ FB-യിൽ ഫീനിക്സ് പക്ഷിയുടെ ഒരു ചിത്രം ഇട്ടിട്ടാണ് പറഞ്ഞത്, ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ആ കുട്ടി വന്നു. അവള് ബാക്കി ചെയ്തിട്ടുള്ള, അവള് കാണിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളെ ഒന്നും വിധിക്കാറായിട്ടില്ല. അതിന് മുൻപ് വിധിക്കപ്പെടേണ്ടത് ഇതാണ്. അവളെ പറഞ്ഞ് പറ്റിച്ച് വശത്താക്കി ശാരീരികമായി ഉപയോഗിച്ച് ചവറ് പോലെ വലിച്ചെറിഞ്ഞ ഈ മനോരോഗിയെ, ഈ വൈകൃതത്തെ, അതും പൊതുസമൂഹത്തിന്റെ ഏറ്റവും മുകളിൽ മനുഷ്യരുടെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഈ ജീവിയെ കൃത്യമായ പാഠം കേരള സമൂഹം പഠിപ്പിക്കണം. അതാണ് അതിനൊരു പോംവഴിയുള്ളത്. അതിനെ പിന്താങ്ങുന്ന രാഷ്ട്രീയ സംവിധാനത്തെയും ജനങ്ങൾ പാഠം പഠിപ്പിക്കണം. ഒപ്പം തന്നെ ഇപ്പൊ ഞാനിത് പറയുമ്പോ ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ ഇതിപ്പോ കാണാൻ പോകുന്ന ആളുകൾ നമ്മുടെ വീഡിയോയുടെ മുന്നിൽ കമന്റ് ഇടും അല്ലെ, ചിലപ്പോ ഞാൻ ഇടതുപക്ഷക്കാരിയാണ്, കമ്മ്യൂണിസ്റ്റുകാരിയാണ്, അതുകൊണ്ടാണ്. ഒരിക്കലും അല്ല. കോൺഗ്രസ് ആ പ്രസ്ഥാനം ഇവിടെ വേണം. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് മൾട്ടി പാർട്ടി സിസ്റ്റം എന്നുള്ളത് എന്താ പറയാ അനിവാര്യമാണ്. പക്ഷെ അവർ ചെയ്യേണ്ടത് വരുന്ന തെറ്റുകളെ പരിഹരിച്ച്
അതിനൊന്ന് റിഫൈൻ ചെയ്യാൻ കഴിയണം. ആ പ്രസ്ഥാനത്തിനൊരു റിഫൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിലൂടെ കോൺഗ്രസ് കടന്നു പോകണം. അതിന് പറ്റിയ ലീഡേഴ്സ് അവിടെയുണ്ട്, സ്ത്രീ നേതാക്കന്മാരുണ്ട്, പുരുഷന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്, മൂല്യബോധമുള്ളവരുണ്ട്. അപ്പൊ അവര് ആ റിഫൈൻമെന്റിന് നേതൃത്വം കൊടുക്കണം. അല്ലാതെ കോൺഗ്രസ് പാടെ നശിച്ച് വെണ്ണീറായി പോകണ്ട, അങ്ങനെ പോകണം എന്ന് താല്പര്യം ഇല്ലതാനും. എല്ലാവരും വേണം സമൂഹത്തിൽ. മനുഷ്യർക്ക് വേണ്ടി വർത്തമാനം പറയുന്ന മനുഷ്യ സമൂഹത്തെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഐഡിയോളജി വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. അവർ വരും വേണം. അപ്പൊ അതിൽ ഏറ്റവും മികച്ചതേതാണ് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ മത്സരിച്ച് ജനങ്ങൾക്ക്, സമൂഹത്തിന് നന്മയുണ്ടാകുന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കണം. അവിടെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ റിഫൈൻ ചെയ്യുന്ന പരിപാടിയും അതാത് രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുകയും കോൺഗ്രസും അതേപോലെ ചെയ്യണം എന്നുള്ള താല്പര്യമാണ് ഉള്ളത്.